ഹലോ മക്കളെ, മാഗ്നറ്റിസം ആൻഡ് മാറ്ററിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സോ നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ടോർക്ക് ഓൺ എ മാഗ്നറ്റിക് ഡൈപോൾ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. മക്കളെ, ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. എന്താടാ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് ഉണ്ടോ? ഇതിന് മീനിങ് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെ എവിടെയോ ഒരു വലിയ നോർത്ത് പോൾ കാണും, ശരിയാണോ? ഇവിടെ എവിടെയോ വലിയൊരു നോർത്ത് പോള് കാണും, ഇവിടെ എവിടെയോ വലിയൊരു സൗത്ത് പോള് കാണും. സോ അതുകൊണ്ടാണ് നോർത്ത് പോളിൽ നിന്നും സൗത്ത് പോളിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പോണത്. സോ എന്താണിത്? എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. എന്താണിത്? എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. സോ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അങ്ങോട്ടേക്ക് ഞാനാണെങ്കിൽ ഒരു ബാർ മാഗ്നറ്റിനെ കൊണ്ടുവെക്കാൻ പോവുകയാണ്. സോ എന്താ മക്കളെ, ഇതൊരു ബാർ മാഗ്നറ്റ് ആണ്. നമുക്കറിയാം ബാർ മാഗ്നറ്റിൽ നോർത്ത് ഉണ്ട്, ഇവിടെ എന്തുണ്ട്? സൗത്ത് ഉണ്ട്. സോ ഉറപ്പായിട്ടും ഈ സൗത്തിനെ റിപ്പൽ ചെയ്യും, ശരിയാണോ? ഈ സൗത്തിനെ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അതിന്റെ ഫലമായിട്ട് ഈ സൗത്തിന് ഫോഴ്സ് ആക്ട് ചെയ്യും. എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യുന്ന ഫലമായിട്ട് ഉറപ്പായും ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. അതുപോലെ ഈ നോർത്തിനെ റിപ്പൽ ചെയ്യും. അതിന്റെ ഫലമായിട്ട് ഇങ്ങോട്ടേക്ക് കണ്ടോ, ഈ നോർത്തിനെ റിപ്പൽ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. അപ്പൊ നോക്ക്, ഞാൻ ഇവിടെ എന്താ ചെയ്തെന്താണ്? ഇവിടെ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരുന്നു, എക്സ്റ്റേണൽ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരുന്നു. സോ ആ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഞാനൊരു ബാർ മാഗ്നറ്റ് ഒരു ആംഗിളിൽ കൊണ്ടുവച്ചു, തീറ്റ എന്ന ആംഗിളിൽ കൊണ്ടുവച്ചു. അതിന്റെ ഫലമായിട്ട് ഇവിടെയാണെങ്കിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും, ഇവിടെയും ഈക്വൽ ആയിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് മറ്റൊരു ഫോഴ്സ് ആക്ട് ചെയ്യും. അപ്പോൾ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആർ ആക്ടിങ് ഓൺ എ ബോഡി. അതിന്റെ മീനിങ് എന്താണ്? അവിടെ ഉറപ്പായിട്ടും ടോർക്ക് ജനറേറ്റ് ചെയ്യുമെന്നാണ്. അതായത് ഇവിടെ എന്ത് ചെയ്യും? തിരിയാൻ തുടങ്ങും. മനസ്സിലായോ? ഈ ബാർ മാഗ്നറ്റ് തിരിയും. അപ്പൊ നോക്കി, വെൻ എ ബാർ മാഗ്നറ്റ്, അതായത് മാഗ്നറ്റിക് ഡൈപോൾ ആണല്ലേ, ഇത് മാഗ്നറ്റിക് ഡൈപോൾ ആണ്, രണ്ട് പോളുള്ളവനെയാണ് ഡൈപോൾ എന്ന് പറയുന്നത്. സോ ബാർ മാഗ്നറ്റ് എന്ന് പറയുന്നത് എന്താണ്? മാഗ്നറ്റിക് ഡൈപോൾ ആണ്. ഈസ് പ്ലേസ്ഡ് ഇൻ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. യൂണിഫോം എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ആരെ കൊണ്ടുവച്ചു? നമ്മളൊരു മാഗ്നറ്റിക് ഡൈപോളിനെ കൊണ്ടുവച്ചു. അറ്റ് ആൻ ആംഗിൾ തീറ്റ, ഒരു ആംഗിളിലാണ് കൊണ്ടുവച്ചത്. അതിന്റെ ഫലമായിട്ട് എക്സ്പീരിയൻസ് എ ടോർക്ക്. കണ്ടോ, ഒരു ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും. ഇനി ഈ ടോർക്കിന്റെ വാല്യൂ നമുക്ക് നോക്കാം. നമുക്കറിയാം ടോർക്ക് വിച്ച് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇവിടെ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ഉണ്ടെങ്കിൽ പറയണം പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോഴ്സസ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോഴ്സസ്. ഓക്കെ, സോ ഇവിടെ രണ്ട് ഫോഴ്സ് ഉണ്ട്. അപ്പം ഇതൊരു ഫോഴ്സ് ആണ്, ഇത് വേറെ ഫോഴ്സ് ആണ്. ഈ രണ്ട് ഫോഴ്സുകൾക്കിടയിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇതാണ്, ശരിയാണോ? ഈ ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യും, ഈ ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യും. ഈ രണ്ട് ഫോഴ്സുകൾക്കിടയിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഇതെന്ന് പറയുന്നത്. നമുക്കറിയാം ഇതിന്റെ ആകെ നീളം എത്ര മക്കളെ? 2L ആണ്. ഒരു ഡൈപോളിന്റെ ആകെ നീളം എത്രയാണ്? 2L ആണ്. ഇനി അതുപോലെ നമുക്ക് അറിയാമല്ലോ ഫോഴ്സിന്റെ വാല്യൂ എത്രയാണ്? ഫോഴ്സിന്റെ വാല്യൂ എത്രയാണ്? സോ ഫോഴ്സിന്റെ വാല്യൂ നോക്കാം. നമുക്കറിയാം ഇലക്ട്രിക് ഫോഴ്സ് ആണെങ്കിൽ ഫോഴ്സിന്റെ വാല്യൂ എന്താണ്? ഇലക്ട്രിക് ഫോഴ്സ് ആയിരുന്നെങ്കിൽ ഫോഴ്സിന്റെ വാല്യൂ ആണ് QE എന്ന് പറയണം. സോ ഇവിടെ ക്യൂവിന് പകരം നമ്മൾ പഠിച്ചതാണ് പോൾ സ്ട്രെങ്ത് എന്ന് പറയണം, ശരിയാണോ? സോ ഇവിടെ ഫോഴ്സിന് പകരം പറയണം പോൾ സ്ട്രെങ്ത്. ഉണ്ടോ? ക്യൂവിന് പകരം പറയണം പോൾ സ്ട്രെങ്ത്. ഇവിടെ ആരാ ഉള്ളത്? പോൾ സ്ട്രെങ്ത് ആണ്. പോൾ സ്ട്രെങ്ത് ഇൻറ്റു ഇ. ഇവിടെ ഇ ആണോ? അല്ല, ബി ആണ്. ഇവിടെ ആരാണ്? എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അപ്പോൾ QEക്ക് പകരം പറയണം, ഫോഴ്സിന് പകരം പറയണം പോൾ സ്ട്രെങ്ത് ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഇനി ആര് വേണം? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോഴ്സസ്. ഇതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇതാണ്. സോ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഈ ട്രയാങ്കിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആണിത്. ഈ തീറ്റ ആണെങ്കിൽ ഇത് ഓപ്പോസിറ്റ് ആണ്. അതായത് 2L സൈൻ തീറ്റ ഇതാണ്, 2L കോസ് തീറ്റ ഇതാണ്. ഇത് 2L ആണെങ്കിൽ ഇത് 2L കോസ് തീറ്റ. എന്താണ്? 2L സൈൻ തീറ്റ. ഇതാണ് 2L സൈൻ തീറ്റ. ഓപ്പോസിറ്റ് സൈഡ് ആണ്. സോ ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഇത് 2L ആണെങ്കിൽ ഇത് തീറ്റ ആണെങ്കിൽ ഇതെന്താണത്? 2L സൈൻ തീറ്റയാണ്. ഇതെന്താ മക്കളെ? 2L കോസ് തീറ്റയാണ്. സോ ഇത് 2L സൈൻ തീറ്റയാണ്.
2L sin θ. ഇനി നമുക്കറിയാം P into 2L എന്താണ്? സോ P into 2L നെ വിളിക്കുന്ന പേരാണ് കേട്ടോ. നമുക്കറിയാം P which is equal to Q into 2L. അതുപോലെ പോൾ സ്ട്രെങ്ത്, ചാർജിന് പകരം പറയണം പോൾ സ്ട്രെങ്ത്. ഇനി 2L എന്താണ്? ഡൈപോൾ മൊമെന്റ് ആണ്. ശരിയാണോ? പോൾ സ്ട്രെങ്ത്, ചാർജിന് പകരം പറയണം പോൾ സ്ട്രെങ്ത്. 2L, പോൾ സ്ട്രെങ്ത് 2L എന്താണ്? ഡൈപോൾ മൊമെന്റ് ആണ്. സോ എന്താണ്? ഡൈപോൾ മൊമെന്റ് ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിന് പകരം എന്ത് പറയാം? ഡൈപോൾ മൊമെന്റ് ക്യാപിറ്റൽ M എന്ന് പറയാം. ഇനി എന്തുകൊണ്ട്? B sin θ. ഓക്കെ ആണോ? അതായത് ഇതിന് പകരം പറഞ്ഞു M എന്ന് പറഞ്ഞു, പോൾ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു. ഇനി നോക്ക് മക്കളെ, ഇനി നോക്കടാ. വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം ടോർക്ക് വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? M ക്രോസ് ബി എന്ന് എഴുതിക്കൂടെ? എഴുതാം. ഇനി അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം പറഞ്ഞ് എങ്ങനെ പറയാം? മാഗ്നിറ്റ്യൂഡ് മാത്രം പറഞ്ഞാൽ ടോർക്ക് വിച്ച് ഈസ് ഈക്വൽ ടു ഇതുപോലെ പറയാം, MB sin θ. മാക്സിമം ടോർക്ക് ആക്റ്റീവ് ആംഗിൾ sin θ sin 90 ആവണം. സോ sin 90 ആകുമ്പോൾ മാക്സിമം ടോർക്ക് വരും. 0 ഡിഗ്രി ആണെങ്കിൽ എന്തായിരിക്കും? ടോർക്കിന്റെ വാല്യൂ 0 ആയിരിക്കും. 180 ഡിഗ്രി ആണെങ്കിലും ടോർക്കിന്റെ വാല്യൂ 0 ആയിരിക്കും. ഈ കാര്യം നിങ്ങൾക്ക് അറിയാം, ശരിയല്ലേ? സോ ബേസിക്കലി നമ്മൾ എങ്ങനെയാണോ ഇലക്ട്രിക് ഡൈപോളിന്റെ ആണെങ്കിൽ ടോർക്ക് പഠിച്ചത്, അതേ രീതിയിൽ അതേ കോൺസെപ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാം? മാഗ്നറ്റിക് ഡൈപോളിന്റെ ടോർക്കും യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് കണ്ടുപിടിക്കാം. ഓക്കെ ആണോ? സിമ്പിൾ അല്ലേ മക്കളെ? പറഞ്ഞ ഇവിടെ നെറ്റ് ഫോഴ്സിന്റെ വാല്യൂ എത്രയായിരിക്കും? ഇവിടെ എത്ര ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത് അത്രയും ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. സോ നെറ്റ് ഫോഴ്സിന്റെ വാല്യൂ 0 ആണ്. പക്ഷെ നെറ്റ് ടോർക്ക് ഉണ്ട്, അതിന്റെ വാല്യൂ എന്താണ്? M ക്രോസ് ബി ആണ്. ടോർക്കിന്റെ വാല്യൂ നമ്മൾ നേരത്തെയും പഠിച്ച എന്താണ്? ടോർക്ക് വിച്ച് ഈസ് ഈക്വൽ ടു M ക്രോസ് ബി എന്നാണ്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചായിരുന്നു. മൂവിംഗ് ചാർജ് ആൻഡ് മാഗ്നറ്റിക്സിൽ നമ്മളാണെങ്കിൽ ഇവിടെയാണെങ്കിൽ സർക്കുലർ ലൂപ്പ് അല്ലെങ്കിൽ ലൂപ്പ് എടുത്തായിരുന്നു. കറണ്ട് ക്യാരിങ് ലൂപ്പിനെ ആണെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവച്ചു. അവിടെ നമുക്ക് എന്ത് കിട്ടി? സെയിം ഇക്വേഷനാണ് കിട്ടിയത്. എന്താണ്? MB sin θ. ഓക്കെ, ശരി മക്കളെ, ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ ടോർക്കിന്റെ കോൺസെപ്റ്റ് എല്ലാ കുട്ടികൾക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ. സോ ഈ വീഡിയോയിൽ പറഞ്ഞ കംപ്ലീറ്റ് കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റിയിലെയും മാഗ്നറ്റിസത്തിലെയും നമുക്ക് പകരക്കാരെ പറ്റി, അനലോഗുകളെ പറ്റി നന്നായി മനസ്സിലായിട്ടുണ്ട്. ഓക്കെ മക്കളെ, സോ നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കാണാം. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.